അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സംസ്ഥാനത്തിന്റെ ഗവർണർ ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരെയായിട്ട് പോരാട്ടം നടത്തിയ നാടാണ്. ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടാണ് ഈ നാട്. ഗവർണർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയുടെ തന്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികളെ കാലുകഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം സവർണ ഫാസിസ സംസ്കാരം കേരളത്തിൽ പഠിപ്പിക്കാൻ നോക്കുകയായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം പാദപൂജകളെ കുട്ടികളെ കൊണ്ട് നടത്തുന്ന പാദപൂജകളെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കണം. ഗവർണറാണ് അദ്ദേഹം. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോയ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാൻ ഒരു ഗവർണർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച അങ്ങേയറ്റത്തെ അപലപനീയമാണ്. അദ്ദേഹത്തിന് വെറും സവർണ അജണ്ടകളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് ഉള്ളത് തെളിയിക്കുന്നതാണ് ഇത്. ഇത് തിരഞ്ഞെടുത്തേക്കുന്ന ആളുകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. BJP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അതാ പറഞ്ഞത്, BJP ജില്ലാ സെക്രട്ടറിമാരുടെ കാല് കഴിക്കാൻ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കണം, അതാണ് കേരളത്തിലെ സംസ്കാരം എന്ന് ഗവർണർ പറയുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥാനത്തിന് നാണക്കേടാണ് ഈ ഗവർണർ. ഈ ഗവർണറെ ഓർത്ത് ലജ്ജിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം ഗവർണർ പദവിയിലിരിക്കുന്നവര് രാജ്യത്തെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ല അതല്ല, ഈ ആരോഗ്യരംഗത്തൊക്കെ വലിയ രീതിയിൽ പ്രശ്നമെന്ന് കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത്. ഇവിടെയും ഇപ്പോൾ മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടിക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കരുതൽ തണലിൽ പ്രതീക്ഷിക്കുന്നു. അതാണല്ലോ ഇപ്പം നടക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പിന് വന്നിരിക്കുന്ന ശനിദശയെക്കുറിച്ച്, അനാരോഗ്യത്തെക്കുറിച്ച്. അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത് ഉന്നയിക്കുന്നവരെ ജയിലിൽ അടച്ചാൽ കൊണ്ട് പ്രശ്നം തീരുന്നതാണോ ഇതൊക്കെ? കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഉള്ള തകരാറുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടും ഇത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കേണ്ട ഗവൺമെൻറ് അത് സ്വീകരിക്കുന്നതിന് പകരം ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ വായടിപ്പിക്കാനും അവരെ ജയിലെടുക്കാൻ ശ്രമിക്കാൻ ഇതുകൊണ്ടൊന്നും തീരില്ല. ഞങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമാണ്. ആരോഗ്യ മേഖലയിൽ ഉള്ള ഈ പിടിപ്പുകേടിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ. 2026 ഭരണം പിടിക്കാൻ വേണ്ടി നീക്കുന്ന കോൺഗ്രസ് ഈ സമയത്ത് PK പോലുള്ള ചില നേതാക്കൾ പാലക്കാട് കൂടെ കൂട്ടി ഇവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് കടന്ന് അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല. ചെയ്യുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെയാണ്. അല്ല, ഞാനിപ്പം കേരളത്തിൽ നിന്ന് ഒരാൾ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനെ ഞാൻ അപലപിക്കാനല്ല ശ്രമിക്കുന്നത്, പറയട്ടെ. പക്ഷേ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് നിങ്ങൾ ആരൊക്കെയാണ്? സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത്. കേരളത്തിൽ തന്നെ മുൻപ് നോമിനേറ്റ് ചെയ്തത് MS സ്വാമിനാഥനെയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള MS സ്വാമിനാഥനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. ആ കാര്യം ശരി. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്?